ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കഴുകി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിപ്പത്തിലുള്ള തക്കാളി വേണം. ഇനി 2 പച്ചമുളക് ആവശ്യമാണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതിലേക്ക് വേണം. പിന്നെ ഞാനിവിടെ ഒരു മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 2 or 3 എത്രയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഞാനൊരു 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും പച്ചമുളകും സവോളയും കൂടിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ കുമ്പളങ്ങയിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക്. പച്ചമുളക് നിങ്ങൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഇതിൽ ചേർത്ത് അരച്ചെടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകം ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.